പോലെ ഇത് കേട്ടിട്ട് പോണേ. നിങ്ങൾ ദുആ ചെയ്യുമ്പോഴേ ഈ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അള്ളാഹു നിങ്ങളുടെ ദുആ സ്വീകരിക്കുമെങ്കിൽ ആ വാക്ക് ഏതാന്ന് പഠിക്കണ്ടേ. ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബി ഇങ്ങനെ ദുആരക്കുന്നത് കേൾക്കാണ്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാട്ടോ അത്. വഹുവ യഖൂൽ, അദ്ദേഹം ദുആ ചെയ്യുന്നത് എന്താണ്? യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, മാന്യനും പ്രതാപശാലിയുമായ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന അള്ളാഹുവിന്റെ ഇസ്മുൽ ആലമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ മനോഹരമായ നാമം. ആ മനുഷ്യൻ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു, നിങ്ങളുടെ ദുആഇന് ഉത്തരം കിട്ടിയിട്ടുണ്ട്, ഇനി ചോദിച്ചോ. അതായത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഉത്തരം ലഭിക്കാൻ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മു കൊണ്ട് സാധിക്കുമത്രേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. എത്രയോ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബിനെയാണ് ഞാൻ വിളിക്കണമെന്നുള്ള ബോധ്യത്തിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം ഒരാളെങ്കിലും അങ്ങനെ ദ്വാരുന്ന അതിൻ്റെ കൂലി നമുക്ക് കിട്ടൂലേ. അപ്പം നമ്മളും ചൊല്ലാം യാദൽ ജലാലി വൽ ഇക്റാം. എപ്പോഴൊക്കെ ദ്വാരുന്നാലും എപ്പോഴൊക്കെ ദ്വാ ചെയ്താലും 5 വഖത്തിന്റെ നിസ്കാര ശേഷമാകട്ടെ തഹജ്ജുദിന്റെ ശേഷമാകട്ടെ ഇടയ്ക്കിടെ ഈ നാമം ഇങ്ങനെ കയറി വരണം. യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം.